ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണ് ഇഞ്ചിയുടെ അത്ഭുത ഗുണങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇഞ്ചി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഞ്ചി എന്ന് പറയുന്ന സാധനം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ. അപ്പോൾ ഇഞ്ചിയുടെ ഒന്നാമത്തെ അത്ഭുത ഗുണം എന്ന് പറയുന്നത് അത് ബീജത്തിൻ്റെ ഗുണവും അതുപോലെ തന്നെയാണ് ബീജത്തിൻ്റെ അളവും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും എന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളില്ലാത്ത ഒരുപാട് പുരുഷന്മാരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ ബീജത്തിൻ്റെ ഗുണവും അതുപോലെ തന്നെയാണ് അതിൻ്റെ അളവൊക്കെ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ദിവസം ഒരു ടീസ്പൂണ് ഇഞ്ചി നീര് ഒന്നുകിൽ 11 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ആയിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ അതിൽ വ്യത്യാസം കാണുന്നതായിരിക്കും. പിന്നെ മറ്റൊന്ന്, അത് ആൻറ്റി ഓക്സിഡൻറ്റ് സ്വഭാവം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളാൻ ഇഞ്ചി നീരിന് കഴിവുണ്ട് കേട്ടോ. പിന്നെ മറ്റൊന്ന്, ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്വഭാവം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി നീര് കഴിക്കുന്നതിലൂടെ അതിൻ്റെ വീക്കവും അതുപോലെ തന്നെയാണ് അതിൻ്റെ വേദനയൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ദിവസത്തിൽ ഒരു 1/2 ടീസ്പൂൺ, ഒരു ഓവറായിട്ട് കഴിക്കരുത്. അതും കഴിക്കുകയാണെങ്കിൽ തന്നെ വെറും വയറ്റിൽ ഒരിക്കലും ഇഞ്ചി നീര് ആരും കുടിക്കരുത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ആയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണെന്ന് നമ്മൾ പറഞ്ഞു. നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് സ്വഭാവം അടങ്ങിയിട്ടുണ്ട്. വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടോ മുഴകളോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, കുടലിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മളുടെ കുടലിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഇഞ്ചി നീര് വളരെയധികം സഹായകരമാണ് കേട്ടോ. വിശപ്പില്ലാത്ത ആളുകൾക്ക് വിശപ്പ് ഉണ്ടാക്കുവാനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഒക്കെ ഇഞ്ചിയുടെ ഉപയോഗത്തിലൂടെ നമുക്ക് വളരെയധികം ഗുണം ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് വയറ് സ്തംഭനം, അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോവാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു പരിഹാര മാർഗമാണ് കേട്ടോ ഇഞ്ചിയുടെ നീര് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾക്കും നല്ലൊരു ആശ്വാസം കിട്ടും. ഇഞ്ചി നീരും തേനും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി കലർത്തിയതിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കടപ്പ് ഇതിനൊക്കെയുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ഇഞ്ചി നീര്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയുന്നതിനും ഇഞ്ചി നീര് വളരെയധികം സഹായകരമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഇഞ്ചി എന്ന് പറയുന്നത് ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും ചെറിയൊരു മനസ്സുണ്ടെങ്കിൽ കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ, ഇപ്പോൾ എൻ്റെ കൂടെ ഇഞ്ചി നട്ട ആളുകളുടെ ഇഞ്ചിയൊക്കെ ഈ ഒരുപ്പം ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ, അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്കും നമ്മളെ വീട്ടുമുറ്റത്തോ റോഡിൻ്റെ സൈഡിലോ ടെറസിലോ എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് മതി, അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഭംഗിയിൽ ഇഞ്ചി നട്ട് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചിയുടെ നീര് കുടിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണല്ലോ. നമ്മൾ പച്ചിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുന്നത്. അതായത് നമ്മുടെ സീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ, ആ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്തിട്ടുള്ളത്. വേറെ നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.